പശ്ചിമബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിലെത്തുന്നതോടെ ഇനി ക്ലീൻ ആകും. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. കാരണം UP-യിലെ ഗുണ്ടകളെ വെടിവെച്ചു കൊന്ന എൻകൗണ്ടർ സിംഹമെന്ന് വിശേഷിപ്പിക്കാവുന്ന അജയ് പാൽ ശർമ്മയെ 5 വർഷത്തേക്കാണ് പശ്ചിമബംഗാളിൽ ഡെപ്യൂട്ടേഷനായിട്ട് നിയമിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് ഇനി പശ്ചിമബംഗാൾ ഗുണ്ടകളെ കൊണ്ട് ക്ലീൻ ആകാനുള്ള നീക്കത്തിലായിരിക്കും അജയ് പാൽ ശർമ്മ ഇനി പശ്ചിമബംഗാളിലേക്ക് ഉണ്ടാവുക. ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഒബ്സർവറായിട്ടാണ് അജയ് പാൽ ശർമ്മ പശ്ചിമബംഗാളിൽ ഉണ്ടായിരുന്നതെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലായിരിക്കും അജയ് പാൽ ശർമ്മ ഇനി 5 വർഷം പശ്ചിമബംഗാളിൽ ഉണ്ടാകാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ആണ് കോൺഗ്രസ്, അതായത് തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായി തന്നെ പശ്ചിമബംഗാളിൽ അതിക്രമം നടത്തുന്നത്. വലിയ രീതിയിൽ അവർ ആക്രമണങ്ങൾ അഴിച്ചുവിടാറുണ്ട്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിലെ ബൈക്ക് ബ്രിഗേഡാണ് ആക്രമണം നടത്താറുള്ളത്. എന്നാൽ ഇത്തവണ 2.5 ലക്ഷത്തോളം വരുന്ന കേന്ദ്രസേനയെ വിന്യസിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ആക്രമണം തടഞ്ഞത്. പോളിംഗ് ബൂത്തിന്റെ 100 മീറ്റർ പരിധിയിൽ സംസ്ഥാന പോലീസിനെ പ്രവേശിപ്പിച്ചില്ല, മൊത്തം കേന്ദ്രസേനയെ ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ പോളിംഗിനോട് അനുബന്ധിച്ച് തൃണമൂലിന്റെ പതിവ് ഗുണ്ടായിസം നടന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പോളിംഗ് ശതമാനം ഉയർന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. ഇതുവരെ 4 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് വിവരം. ഇത്രയും കാലം തൃണമൂലിന്റെ അടികൊണ്ട BJP പ്രവർത്തകർ മമത ഭരണം പോയതോടെ ഇപ്പോൾ അതിശക്തമായി തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കൂടാതെ ഇന്നലെ ഹൗറയിലെ ഉദയനാൻപൂരിൽ യാദവ് ഭാർ എന്ന BJP പ്രവർത്തകനും ന്യൂ ടൗണിൽ മധു മൊണ്ടൽ എന്ന BJP പ്രവർത്തകനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെടുകയും തീയിടുകയും അജ്ഞാതർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഹൗറ, ബിർഭൂം, ജൽപായൂരി തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായ സംഘർഷങ്ങളാണ് നടന്നത്. ആക്രമണങ്ങളിൽ പങ്കുള്ളവരെ ഉടനടി അറസ്റ്റ് ചെയ്യാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഉത്തരവിട്ടിട്ടുണ്ട്. ആക്രമണങ്ങളോട് സീറോ ടോളറൻസ് നയം സ്വീകരിക്കാൻ പോലീസും കേന്ദ്രസേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ബംഗ്ലാദേശ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യോഗി ആദിത്യനാഥിന്റെ പ്രിയപ്പെട്ട എൻകൗണ്ടർ വിദഗ്ധനായ IPS ഓഫീസർ അജയ് പാൽ ശർമ്മയെയാണ് ഇത്തവണ പശ്ചിമ ബംഗാളിൽ പോലീസ് ഒബ്സർവറായി നിയമിച്ചത്. 100-ലധികം എൻകൗണ്ടറുകൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം UP-യിലെ സിംഹം, അതായത് ഷെയർ ഓഫ് UP എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ഷൻ കമ്മീഷനാണ് അദ്ദേഹത്തെ ബംഗാളിലേക്ക് നിയോഗിച്ചത്. പ്രത്യേകിച്ച് സൗത്ത് 24 പർഗാനാസ് പോലുള്ള തൃണമൂൽ കോൺഗ്രസ് കോട്ടകളിൽ അദ്ദേഹം നിരീക്ഷകനായി സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് ഫാൽട്ട മണ്ഡലത്തിലെ തൃണമൂൽ സ്ഥാനാർത്ഥിയായ ജഹാംഗീർ ഖാൻ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയെ തുടർന്ന് അജയ് പാൽ ശർമ്മ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മുന്നറിയിപ്പ് നൽകി. ആ വീട് ചോദിച്ചപ്പോൾ നേരത്തെ അവിടുത്തെ പശ്ചിമ ബംഗാളിലെ ലോക്കൽ പോലീസിന് അറിയില്ല എന്ന മറുപടിയാണ് നൽകിയത്. പക്ഷേ UP-യിലുള്ള ആന്റി ടെറർ സ്ക്വാഡും ഇന്റലിജൻസ് ടീമും എല്ലാം കൂടെയാണ് ഈ പുള്ളിക്കാരന്റെ വീട് കണ്ടുപിടിച്ചത്. BJP അധികാരത്തിൽ വരികയും ഇതോടെ തൃണമൂൽ ഗുണ്ടകൾ ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. കാരണം BJP വിജയിച്ചതോടുകൂടി പെട്ടിയുമെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഒരു ഒഴുക്കാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.